ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജല സഞ്ജു. അപ്പം നമ്മൾ പുറത്ത് പോയത് കേട്ടോ. അപ്പം നമ്മൾ മാറ്റിനെ പുറത്തിറങ്ങി കേട്ടോ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന്. അപ്പം നമ്മളെ കാറ് കുറച്ച് അപ്പുറത്താണ്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോവാണ് കാറിൻ്റെ അടുക്ക്. നമ്മളിന്ന് പോണത് ജിദ്ദയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം കാറ് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാറിൽ കയറാൻ പോവാണ്. അപ്പോൾ കാറിൽ കയറി നമ്മളങ്ങനെ കാറിൽ കയറി പോവുകയാണ് ഗായ്സ്. കാറിൽ കയറിയ പിന്നെ ഇവിടെ ഫസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ കാറിൽ കയറിയപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഒരാൾക്ക് വീഡിയോ എത്ര എടുത്തിട്ടും എന്നിട്ട് ശരിയാവണില്ല കേട്ടോ വീഡിയോ. അപ്പോൾ എന്നോട് വീണ്ടും എടുക്കാൻ പറയാനിട്ട് വീഡിയോസ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ സോപ്പിടാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗ്ലാസ് വെച്ചതാണ് കേട്ടോ വെയിലടിച്ചിട്ട്. അപ്പം എന്നോട് പിന്നെ നേരത്തെ വീഡിയോ റെഡി ആയിട്ടില്ല, എടുക്കേന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണൊരു വീഡിയോ ഇങ്ങനെ കുറേ വട്ടം എടുക്കണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കണം, ഞാൻ ഒറ്റക്ക് എടുത്തോണ്ട് കണ്ടിട്ട് ഇങ്ങനെ എടുക്കട്ടെ, ഞാൻ ഇതിൻ്റെ തന്നെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടുന്നുണ്ട് കയ്യോട്ടൊക്കെ അത് കൊളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജിദ്ദയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ജിദ്ദ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന കേട്ടോ ജിദ്ദ ടവർ. ഇപ്പോൾ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ പോകാൻ ഇത് സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ചൊരു ഇനിയൊരു പ്രദേശമാണ് കേട്ടോ, കാണാനൊന്നും കാണാനില്ല. അപ്പോൾ ഏകദേശം ഇതിൻ്റെ സൈഡിൽ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് ജിദ്ദയിലുള്ള മാൽദീവ് ബീച്ച് കണ്ടോ. നമ്മളിങ്ങനെ റീൽസിൽ കണ്ടപ്പോൾ ഇങ്ങനെ പോയതാണ്. നമുക്ക് കറക്റ്റ് അറിയൊന്നുമില്ല കേട്ടോ അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മളിങ്ങനെ പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ. നമ്മളെത്തിയപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് അവിടെ എന്തൊക്കെ വർക്ക് കാരണം കടത്തണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ല. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഒരു 4:30 ആ ഒരു ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അറ്റത്തേക്ക് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് നടക്കാൻ എത്തിയിട്ട് അവിടെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത ഭാഗത്തേക്ക് നടക്കാൻ എത്തിയിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി നടക്കട്ടെ. അപ്പോൾ പോണ വഴിക്കുന്ന ആൾക്കാർ ഇതേപോലെ ഇങ്ങനെ കുറേ ടേബിളും ചെയറൊക്കെ കൊടുന്നിട്ട് ഓരിങ്ങനെ അവിടെ ഇങ്ങനെ മണലിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാം കുളിക്കാനൊക്കെ. കുട്ടികളൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൽ ഇറങ്ങൊന്നും ചെയ്തിട്ടില്ല, നമ്മളിത് കൂടി ഇങ്ങനെ നടന്ന് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരിക്കുക, വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നു, നല്ല രസമുണ്ട് കാണാൻ. വീഡിയോസൊക്കെ എടുത്താൽ നല്ല അടിപൊളിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തേക്ക് നോക്കി, വെള്ളത്തിൻ്റെ അടിയിൽ നല്ല കാണുന്നുണ്ട്. അപ്പോൾ നല്ല പായലുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ ഒരു ഇത് തോന്നിയില്ല, അപ്പോൾ നമ്മൾ ഇറങ്ങുകയും ചെയ്തില്ല. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അവിടെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ ഫോട്ടോ വീഡിയോസും ഇതൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, വെള്ളം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളറിലാണ് ഇവിടുത്തെ വെള്ളം കാണാൻ. അപ്പം നമ്മളിങ്ങനെ നടന്നിങ്ങനെ ആ അറ്റത്തേക്ക് പോകാൻ എത്തിയിട്ട് ഇങ്ങനെ നടക്കാണ്ട്, കുറച്ചൊക്കെ നടക്കാണ്ട്. അപ്പം ഇങ്ങനെ നടന്നു പോവാണ്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നല്ല ആൾക്കാരായിട്ടോ. ആ സൈഡൊക്കെ ഏകദേശം നല്ല ആൾക്കാരായി, ഇവിടെ നല്ല ആൾക്കാരായിട്ടോ. അപ്പം നമ്മളിങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ കുറച്ച് ടൈമായി, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ അടിയിലേക്ക് നോക്കാൻ പോയപ്പോൾ നല്ല നീല കളർ കേട്ടോ വെള്ളം, നല്ല നീല കളർ. നമ്മൾ മാൽദീവ്സിലൊക്കെ കാണൂലേ അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരിടത്ത് നല്ലതിന് മാൽദീവ് ബീച്ച് എന്ന് പേര് വന്നിക്കണേ. ഏകദേശമൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ കാണാൻ. വെള്ളമൊക്കെ ഒരു ബ്ലൂ ആയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഒരു പാലുണ്ട് കേട്ടോ. അവിടെ വേറെ കുറേ ആൾക്കാർ ഫോറിനേഴ്സിനൊക്കെ കണ്ടു കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അവിടെ എന്തൊക്കെ ഒരു കഫേ പോലെയൊക്കെ ഉണ്ട് കേട്ടോ, ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്കായിരിക്കും. ആ ഒരു സൈഡ് വേറൊരു ഭാഗമായിട്ടോ വരിക. അപ്പോൾ ഈ കുട്ടികളെ കണ്ട് ഈ കുട്ടികൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിച്ചിട്ടുണ്ട് കേട്ടോ. എവിടേക്കാണ് പോകണമെന്ന് അറിയണില്ല. അപ്പോൾ ഞാൻ ഒരു പിന്നാരെ ഇങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കേണ്ടവർക്കൊക്കെ മീൻ പിടിക്കാം കേട്ടോ. ഇവിടുന്ന് മീൻ പിടിക്കേണ്ട കുറേ ആൾക്കാർ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇത് കൂടി ഇങ്ങനെ ഇറങ്ങുമ്പോഴവർക്ക് ഇറങ്ങും ചെയ്യാം, അതേപോലെ മീൻ പിടിക്കണവർക്ക് മീൻ പിടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് വീഡിയോസ് എടുക്കുകയാണ്. വെള്ളം കാണാനായിട്ടോ നല്ല അടിപൊളിയാണ്, ബ്ലൂ കളറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയില്ല വെള്ളം.
അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവർ എന്താ അറിയില്ല, ഇവരങ്ങനെ ഇറങ്ങുന്നുണ്ട്, നമുക്കറിയില്ല, നമ്മൾ ഇറങ്ങാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കാണുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും ഒരു ഗോവ പോലെ കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു വീഡിയോസൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തരാൻ പറഞ്ഞിക്കട്ടെ, ഞാനപ്പോൾ ഇങ്ങനെ എടുക്കിയിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് നടന്നു പോകട്ടോ, മുന്നിൽ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് റീലൊക്കെ എടുത്തുട്ടോ. ഞങ്ങളെ റീലെടുക്കണതിൻ്റെ ടാസ്ക്കാണ്. ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് പേടിയാണ് ഫോണാണ്ട് ചാടും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വീഡിയോ നിർത്തരാനോട് ആരും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി നോക്കിട്ടോ. പിന്നെ ഞാൻ ആ സ്റ്റെപ്പ് കുറച്ച് ഇങ്ങനെ ഇറങ്ങി നോക്കിട്ടോ. ഇറങ്ങിയപ്പോൾ നല്ല മീനുകൾ കേട്ടോ, വലിയ വലിയ മീനുകൾ കേട്ടോ, കാണാത്ത പല പല കളറിലെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലക്ഷദ്വീപിലും മാലദ്വീപ്സിലൊക്കെ കാണുന്ന പോലെ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒന്ന് വഴി തെറ്റിയിരുന്നു. അപ്പോൾ ഒന്നും കൂടി യൂട്ടേൺ തിരിഞ്ഞു കണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് മാലദ്വീപ് ബീച്ച് നമ്മൾ വീഡിയോസിൽ കണ്ട അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെ മെയിൻ്റെനൻസ് വർക്ക് കാരണം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറങ്ങിങ്ങാണ്ടാണ് വന്നത്. അവിടേക്ക് നമ്മളെ കയറ്റുണ്ടായിരുന്നില്ല കേട്ടോ, അവിടെ എന്താണെന്ന് അറിയില്ല, ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് വഴി തെറ്റിങ്ങാണ്ട് പിന്നെ നമ്മളിങ്ങനെ കറങ്ങാണ്. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് വേറൊരു സ്ഥലം കണ്ടിട്ടോ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവിടെ വണ്ടിക്ക് നിർത്തിങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങി പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയണ്ട നമുക്ക് ഇവിടെ നിർത്തിയൊന്ന് നോക്കി നോക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ സൈഡാക്കിയിട്ട് വണ്ടി സൈഡാക്കിങ്ങാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി നോക്കുക കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ കുളിക്കാനാണ് എന്താണെന്നല്ല ഡ്രസ്സും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പോകണുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവരെല്ലാ ഭാഗത്തും ഇറങ്ങുന്നുണ്ട്, എന്താണെന്നറിയില്ല, എനിക്ക് നോക്കുമ്പോൾ നല്ല കുണ്ടിലുമായിരിക്കും തോന്നുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഇതേപോലെ കുട്ടികളും ആൾക്കാരൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കളറാണ് എനിക്ക് അടിപൊളിയായി തോന്നിയത്. അതേപോലെ അടി നോക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല മീനുകളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ അവിടെ നിന്ന് കുക്ക് ചെയ്യണൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ ഒന്ന് ഇറങ്ങി വെക്കിയതാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ആൾക്കാർ കുളിക്കണു മീൻ പിടിക്കണു അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഈ ഒരു സ്ഥലം അധികം വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, അധികം ആൾക്കാർ വരാത്തതുകൊണ്ടാണോ ഇനി എന്താണെന്നറിയില്ല, അങ്ങനെ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ തിരിച്ച് പോകാത്തിട്ട് നമ്മൾ നേരെ തിരിച്ചിങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ജിദ്ദ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ എഴുതിയിട്ട് നമ്മൾ സ്ഥിരം MRL തന്നെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചായയും സ്നാക്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവനോട് പറയാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവന് റെഡി ആയിരുന്നാണ്. അപ്പം നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞത് കുഞ്ഞിപ്പത്തലും ബീഫും പിന്നെ ഒരു കോഫിയും പിന്നെ എന്തൊരു സ്നാക്സ് കേട്ടോ, ബീഫിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നമ്മളെന്തൊരു മുട്ടൻ്റെ ഒരു മസാല ലൈറ്റും പിന്നെ ഉന്നക്കായി നമ്മളെ ഫേവറേറ്റാണ്. നമ്മളെവിടെ ചെന്നാലും ആദ്യം പറയാം ഉന്നക്കായാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞിപ്പത്തലും ബീഫും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് ടേസ്റ്റൊക്കെ എഴുതിയിട്ടാണ് കുറച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചായ അടിപൊളിയാണ് കേട്ടോ, ചായ അതേപോലെ കടച്ചായ എന്തൊക്കെ സൂപ്പറാണ് കേട്ടോ ഫുഡൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയത് ചോക്ലേറ്റിൻ്റെ ഷോപ്പൊക്കെ ആണ് കേട്ടോ. അവിടെ കയറിയപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ബില്ലാക്കി നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ കാറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മക്കത്തേക്കാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാറിൽ കയറാം. കാറിൽ കയറിയപ്പോൾ പിന്നെ നമ്മൾ വാങ്ങി ചോക്ലേറ്റാണ് എടുത്തത്. നമുക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ കാറിൽ നിന്ന് തന്നെ ഒക്കെ തിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ അവിടെ നിന്ന് കിട്ടിയതൊക്കെ വേഗം എടുത്ത് പോകുന്നത് കേട്ടോ. നമ്മൾ കഴിക്കാത്ത മുട്ടായികളൊക്കെ ട്രൈ ആക്കി എത്തിയിട്ട് ഏതൊക്കെ എടുത്ത് പോകുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഞാൻ എപ്പോഴും വാങ്ങും കേട്ടോ. ഫ്ലേക്കും അതേപോലെ കിൻഡർ ബീനൊക്കെ നമ്മളെ എന്നും ഫേവറേറ്റ് ആണ്. പിന്നെ ബ്രേക്കിൻ്റെ ഒരു പുതിയൊരു ഐറ്റം മുട്ടായി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളി ആയിരുന്നു കേട്ടോ, കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിരലൊക്കെ ഇന്നിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മക്കത്തേക്ക് എത്തോളം മുട്ടായി എന്നതിന് പണി. പിന്നെ നമ്മളിങ്ങനെ പോയിട്ടോ. പോകുന്ന വഴിക്ക് നമ്മളൊരു ബക്കാലേ കയറിയിട്ടോ. നമ്മൾ വെള്ളം വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നൈസിൽ ഞാനൊരു ചിപ്സിൻ്റെ പാക്കറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് നല്ല രസത്തിൽ ഇങ്ങനെ വെച്ച കണ്ടിട്ടോ. ഒരു ബിസ്ക്കറ്റാണോ ഇനി ഇത് വേറെ സ്വീറ്റ്സ് ആണോ എന്താണെന്ന് നമുക്കറിയില്ല. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ, പല പല കളറൊക്കെ ആയിട്ട് എന്താ നമുക്കറിയില്ല കേട്ടോ.
അപ്പം ഇങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കണം. ഏകദേശം നമ്മളെ റൂമിൻ്റെ അടുക്ക് എത്താനായിട്ടുണ്ട്. നമുക്ക് ജിദ്ദയിൽ നിന്ന് നമ്മളെ റൂമിൻ്റെ അടുക്കിട്ട് 1.25 മണിക്കൂറുള്ളൂ കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു ഉംറക്കാരായിട്ട്. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ടാണ്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ ലിഫ്റ്റ് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.